സ്റ്റാലിൻ ദേവൻ, വഖഫ് സംരക്ഷണ സമിതി വിചാരിക്കുന്നിടത്തേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട മുജീബ് റഹ്മാൻ പറയണത് കേട്ടു. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് മറുപടി കൊടുക്കാൻ ഈ ലോകത്ത് ഏറ്റവും യോഗ്യനായ വ്യക്തി ഞാൻ എന്നാണ്. കാരണം കഴിഞ്ഞ 9 മാസമായിട്ട് ഞാൻ മുൻപത്തെ ചരിത്രവും വഖഫ് ഫാക്ടും ഭരണഘടനയും ഒക്കെ കോർത്തിണക്കിയൊരു അടിപൊളി പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, ഏതെങ്കിലും കോടതി ഇതുവരെ മുനമ്പം വഖഫ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. എനിക്ക് അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കാനുള്ളത്, ചരിത്രത്തിൽ ഇതുവരെ ഏതെങ്കിലും ഒരു കോടതി മുനമ്പത്തെ സർവേ 18(1) വസ്തുക്കൾ വഖഫാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നു. ഇപ്പൊ ഹൈക്കോടതിയെ കൊണ്ടുവരെ ചോദിപ്പിച്ചു, സിവിൽ കോടതി തീരുമാനിച്ച ഇഷ്യൂ അല്ലേ എന്ന്. 1967 OS നമ്പർ 53 വിധിന്യായമാണ് എന്റെ ഈ കയ്യിൽ ഇരിക്കുന്നത്. നിങ്ങൾ ഇനി വരെ ആൾക്കാരെ പറ്റിക്കരുത്. ഞാൻ ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ഞാൻ വായിക്കുന്നത് കേൾക്കൂ. ജഡ്ജി എന്താണ് പറയുന്നത്? ഇത് ഒരു ഇൻജങ്ഷൻ സൂട്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉടമസ്ഥാവകാശത്തിന് ഒരു റിലവൻസ് ഇല്ല. എന്നിരുന്നാലും പൊസഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഉടമസ്ഥാവകാശം സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, however, according to the plaintiff, he has title over 404.76 acres. The suit is merely for an injunction and the question of title is not quite relevant. But incidentally, it arises for consideration in determining the issue as to possession. അതായത് കൈവശാവകാശം നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പൊസഷൻ ആർക്കാണ് ഉള്ളതെന്ന് നോക്കാം. അതിനുശേഷം 17ാമത്തെ ഖണ്ഡിയുടെ അവസാനത്തെ ലൈൻ ഇതാണ്. മുജീബുൽ റഹ്മാൻ കേൾക്കണം. Therefore, I am judge of the opinion that the plaintiff, who was the plaintiff, Farouk College, has prima facie title. പ്രഥമ ദൃഷ്ട്യ അവർക്കാണ് ഉടമസ്ഥാവകാശം to the 404.76 cents. 404.76 ഏക്കർ വസ്തുവിന്റെ ഉടമസ്ഥാവകാശം ഫറൂഖ് കോളേജിനാണെന്നാണ് ഈ ഫറൂഖ് കോടതി വിധിച്ചത്. അള്ളാഹുവിനാണെന്നല്ല. ഒരു വസ്തു വഖഫാണെങ്കിൽ the Allah has to be the owner of that property. In this case, the court has unequivocally said that the property belongs to Farouk College and not to Allah. അതിനെ വന്നിട്ട് വഖഫ് വേർഡ് വന്നിട്ട് ഫറൂഖ് കോളേജ് മുത്തവല്ലിയാണെന്നും ഇതൊരു വഖഫാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ അവരെ പറ്റിക്കാൻ പോയിരിക്കുന്നത്. എന്നിട്ട് പറയുന്നു മുത്തവല്ലി. ഈ ജഡ്ജ്മെന്റിന്റെ ഒരു ഭാഗത്ത് പോലും മുത്തവല്ലി എന്നൊരു വാക്കില്ല. അതിനുശേഷം അന്ന് അവിടെ ജീവിച്ചിരുന്ന ആൾക്കാർ ഇത് ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തു. അപ്പോ ഹൈക്കോടതി അപ്പീൽ എന്താ പറയുക? 2 ജഡ്ജിമാർ ഡിവിഷൻ ബെഞ്ച്. We are also of the opinion that Siddiq said who wanted to make a generous gift to the college. Generous gift to the Allah എന്നല്ല പറഞ്ഞത്. Siddiq said who wanted to make a generous gift to the Farouk College. ഫറൂഖ് കോളേജ് ദാനം കൊടുത്താൽ അത് എങ്ങനെ വഖഫാകും? ഇതാണ് ഈ ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ ഈ ജഡ്ജ്മെന്റിനെ മിസ് ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ടാണ് 2019 മെയ് മാസം 20 വഖഫ് ബോർഡ് ഇത് വസ്തു ഏറ്റെടുക്കുന്നത്, വഖഫാണെന്ന് പ്രഖ്യാപിക്കുന്നത്. എന്നിട്ട് അതിലെന്തോ പറയുന്നത്, ഇത് പറവൂർ കോടതി ഇതൊരു വഖഫാണെന്ന് പറഞ്ഞത്. നിങ്ങൾ അള്ളാഹുവിനെ മുൻനിർത്തി സത്യസന്ധമായി പറയുക. അദ്ദേഹത്തിന്റെ പേരിൽ നിങ്ങൾ ആൾക്കാരെ പറ്റിക്കാൻ പോകരുത്. ഇതുവരെ ചരിത്രത്തിൽ ഒരു കോടതിയും മുനമ്പം വസ്തു ഒരു വഖഫാണെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എന്റെ വീടും പുരയിടവും എനിക്ക് എന്റെ പേരുള്ള എല്ലാ സകലമാണ്. താങ്കൾ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നു. പക്ഷെ ഇന്നലെ ഹൈക്കോടതി ജഡ്ജി ബെച്ചു കുര്യൻ തോമസ് അദ്ദേഹം ഇങ്ങനെ ഒരു പരാമർശം നടത്തിയില്ലേ? മുനമ്പത്തെ 104 ഏക്കർ ഭൂമി വഖഫ് ഭൂമിയാണെന്ന് നേരത്തെ കോടതി കണ്ടെത്തിയതാണ്. ഈ ഭൂമി കമ്മീഷന്റെ അന്വേഷണ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടോ? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ലേ? ഈ കമ്മീഷന് ഇതൊരു വഖഫാണോ അല്ലയോ തീരുമാനിക്കാനുള്ള യാതൊരു അവകാശമോ അധികാരമോ ഇല്ല. അപ്പോ നമ്മുടെ വഖഫ് ആക്ട് അത് ഡ്രാക്കോണിയൻ ആകട്ടെ അല്ലെങ്കിൽ ഭരണഘടനാപരമാകട്ടെ, ഈ ഇന്ത്യ മഹാരാജ്യത്തെ 2 ശക്തികൾക്ക് മാത്രമേ ഒരു വസ്തു വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ പറ്റൂ. അത് ഫസ്റ്റ് വന്നിട്ട് വഖഫ് ബോർഡ്, ഇഫ് ദേ ഹാവ് റീസൺസ് ടു ബിലീവ്, അവർക്ക് തീരുമാനിക്കാം. അത് കഴിഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്തിലുള്ള ഒരേ ഒരു ശക്തി വന്നിട്ട് വഖഫ് ട്രൈബ്യൂണൽ മാത്രമാണ്.
അതിന്റെ മുമ്പിലാണ് ചരിത്രത്തിൽ ആദ്യമായി ഈ വസ്തു ഒരു വഖഫാണോ അല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻ വഖഫ് ബോർഡും ഫറൂഖ് കോളേജും തമ്മിൽ നടക്കുന്നത്. പക്ഷേ എനിക്ക് വളരെ സങ്കടത്തോടു കൂടി പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുനമ്പത്തെ ജനത്തോട് ഞാൻ കഴിഞ്ഞ 8 മാസമായിട്ട് കാല് പിടിച്ചു പറയുന്നു, എത്രയും വേഗം നിങ്ങൾ വഖഫ് ട്രൈബ്യൂണലിൽ പോകൂ. അവരുടെ ഭാഗ്യത്തിന് ഈ നിമിഷം വരെ വഖഫ് ട്രൈബ്യൂണൽ ഒരു വിധി ഇതൊരു വഖഫാണെന്ന് പറഞ്ഞിട്ട് പറയാത്തത് ഇവരുടെ ഭാഗ്യം മാത്രമാണ്. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ പിന്നെ ഒരു വാതായനങ്ങളും തുറക്കപ്പെടില്ല ഇപ്പോഴത്തെ നിയമപ്രകാരം. 2, ഈ അമെൻമെന്റ് വന്നാൽ പോലും ഈ വഖഫ് പിന്നെ മുനമ്പത്തുള്ള ആൾക്കാർക്ക് ഒരു ഉപയോഗം ഉണ്ടാകാൻ പോകുന്നില്ല. അത് പിന്നെ ഷോൺ ജോർജ് തന്നെ എതിർത്താലും ഞാൻ പറയും. കാരണം വിത്ത് റെട്രോസ്പെക്റ്റീവ് എഫക്ട് വരാൻ പോകുന്നില്ല. അതിന് രാജീവ് ചന്ദ്രശേഖർ അല്ല, സാക്ഷാൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോഡി പറഞ്ഞാൽ പോലും ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു കം വിത്ത് റെട്രോസ്പെക്റ്റീവ് എഫക്ട്. അതിൽ ഒരേ ഒരു ബെനിഫിറ്റേ കിട്ടൂ, അപ്പീൽ പ്രൊഫഷൻ വരും. ഇപ്പൊ എന്താണ്, വഖഫ് ട്രൈബ്യൂണൽ ഒരു വിധി പറഞ്ഞാൽ അത് ഫൈനലാണ്. അതിലേറെ മുന്നമത്തുകാർക്ക് എക്സാമ്പിൾ പറയാം, അപ്പീൽ കൊടുക്കാൻ പറ്റില്ല, അവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആസ് ഗുഡ് ആസ് റിവിഷൻ പെറ്റീഷൻ. റിവിഷൻ പെറ്റീഷനിലെ ഹൈക്കോടതിയിലെ സുപ്രീം കോടതി ആയാലും അവർക്ക് ക്വസ്റ്റ്യൻ ഓഫ് ഫാക്ട്സ് നോക്കാൻ പറ്റത്തില്ല. ദേ വിൽ ഓൺലി ലുക്ക് ഇൻ ടു ദ ക്വസ്റ്റ്യൻ ഓഫ് ലോ, നിയമം. അപ്പൊ വഖഫ് ആക്ട് എടുത്ത് വെച്ച് നോക്കും. വഖഫ് ആക്ടിന്റെ അടിയിൽ അതിൽ പറയുന്ന വ്യവസ്ഥകൾക്ക് അനുസൃതമാണോ വിധി എന്ന് മാത്രമേ നോക്കൂ. അപ്പോ ഈ മുനമ്പക്കാർക്ക് ഈ വരാൻ പോകുന്ന അമെൻമെന്റ് കൊണ്ട് രാഷ്ട്രീയക്കാർ പറയുമായിരിക്കും ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ടാവുന്നു, ബട്ട് അബ്സല്യൂട്ട്ലി ദേ ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് എനിത്തിങ് ഔട്ട് ഓഫ് ഇറ്റ്. അപ്പോ ഇത് ഈ മുനമ്പത്തുകാർ അവിടെ ഈ സമരം നടന്നത് ബുദ്ധിയില്ലാത്തതുകൊണ്ടെന്ന് ഞാൻ പറയും. എനിക്ക് പറയുന്ന ഒരു വിഷമമൊന്നുമില്ല, കാരണം അവരെ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് പേഴ്സണൽ ലെവൽ. ഞാൻ അവരുടെ മുൻ ആധാരങ്ങൾ പൊക്കിയെടുത്തുകൊണ്ട് വന്ന് നോക്കിയപ്പോ 1950 നവംബർ മാസം 1-ാം തീയതിയാണ് സിദ്ദിഖ് ചെട്ടു ഒരു വഖഫ് ഉണ്ടാക്കിയെന്ന് ഇപ്പം വഖഫ് സംരക്ഷണ സമിതിക്കാർ ആവശ്യപ്പെടുന്നത്. പക്ഷേ വഖഫ് ഉണ്ടാക്കണമെങ്കിൽ ആ വസ്തുവില് ആ വ്യക്തിക്ക് 100% ഉടമസ്ഥാവകാശം ഉണ്ടായിരിക്കണം. പക്ഷേ അന്ന് ആ വസ്തുവില് 11 വയസ്സ് മാത്രം പ്രായമുള്ള ആമിന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് അവകാശം ഉണ്ടായിരുന്ന വസ്തുവിനെയാണ് ഈ വഖഫ് ബോർഡുകാര് ഇപ്പൊ വന്നിട്ട് സിദ്ദിഖ് ചെട്ടു വഖഫ് ഉണ്ടാക്കിയെന്ന് പറയും. അപ്പോ 100% അവകാശമില്ലാത്ത ഒരു വസ്തുവിനെ വഖഫാക്കാൻ പറ്റും എന്ന് ഒരു മുസ്ലിം മത പണ്ഡിതനും പോലും പറയത്തില്ല. ഇത്രയും വസ്തുനിഷ്ഠമായിട്ട് ഈ കാര്യങ്ങൾ ഈ മുനമ്പക്കാർക്ക് വഖഫ് ട്രൈബ്യൂണലിന് മുമ്പിൽ അവതരിപ്പിക്കാമെന്നിരിക്കെ അവര് വെറുതെ ഈ രാഷ്ട്രീയക്കാരെ പറയുന്നു പോവാ. അവര് ഇതുവരെ ഒന്ന് ആലോചിച്ച് നോക്കുക, അവരുടെ ഏക രക്ഷാമാർഗം കിടക്കുന്നത് വഖഫ് ട്രൈബ്യൂണലിലാണ്. അവർ ഇതുവരെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ ആരുടെയോ ഭാഗത്തിന് ഇതുവരെ വഖഫ് ട്രൈബ്യൂണലിൽ ഇത് വഖഫായി പ്രഖ്യാപിച്ചിട്ടില്ല. പ്രഖ്യാപിച്ചിരുന്നു എങ്കിൽ ഇവർക്കൊക്കെ കടലിൽ ചാടി ചാടാൻ മാത്രമേ പറ്റൂ, വേറെ ഒരു രക്ഷയില്ല. നിയമപരമായിട്ട് അവരുടെ മുന്നിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവർ മനസ്സിലാക്കേണ്ടത് ഈ കേരള സർക്കാരിനോ ഈ കേന്ദ്ര സർക്കാരിനോ ഇപ്പോൾ നിലവിലുള്ള വഖഫ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ അവരെ സഹായിക്കാൻ കഴിയില്ല എന്ന പച്ച പരമാർത്ഥം മുനമ്പത്തെ സാധാരണ പാവപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ ഈ ഭൂസംരക്ഷണ സമിതി എന്ന് പറഞ്ഞ അവരുടെ കുറെ നേതാക്കന്മാരുണ്ട്. എല്ലാ നിയമവും കരയെ കുറിച്ചിരിക്കുന്നതാണ് അവരുടെ വിചാരം. പറഞ്ഞാൽ കേൾക്കത്തില്ല. അവർക്ക് അവരുടെ നേതാക്കന്മാർ പറയുന്നത് മാത്രം അവർ കേൾക്കും. പക്ഷേ അതോടുകൂടി എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 610 കുടുംബങ്ങളും ഭാവിയിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അതിന്റെ ഉത്തരവാദിത്വം ഇപ്പോഴത്തെ അവിടുത്തെ ഈ ഭൂസംരക്ഷണ സമിതിയുടെ നേതാക്കൾ, അത് ഞാൻ പേരൊന്നും പറയുന്നില്ല, ആ നേതാക്കൾക്ക് മാത്രമായിരിക്കും എന്ന് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുക.